ഗുരുവായൂരിൽ ശനിയാഴ്ച മുതൽ സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കും. ആറാം വിളക്ക് ദിവസമായ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞുള്ള കാഴ്ചശീവേലിക്ക് കൊമ്പൻ നന്ദൻ സ്വർണ്ണക്കോലമേറ്റു. ആറാട്ട് ദിവസം വരെ പ്രധാന എഴുന്നള്ളിപ്പിന് ഇനി സ്വർണ്ണക്കോലമാണ് എഴുന്നള്ളിക്കുക. മരതകപ്പച്ചയും വീരശൃംഖലയും സ്വർണ്ണപ്പൂക്കളും നിരത്തിയ കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണക്കോലം ഉത്സവദിനത്തിൽ 5 ദിവസവും ഏകാദശി 4 ദിവസവും അഷ്ടമി രോഹിണി ദിവസവും മാത്രമാണ് എഴുന്നള്ളിക്കുന്നത്. കൊടിയേറ്റ ദിവസം ആനയോട്ടത്തോടെ തുടങ്ങുന്ന ഗുരുവായൂർ ഉത്സവം അവസാനിക്കുന്നത് ആറാട്ട് ദിവസം ക്ഷേത്രത്തിനകത്ത് 11 ഓട്ടപ്രദക്ഷിണത്തോടെയാണ്. പള്ളിവേട്ട നാളിൽ ക്ഷേത്രത്തിനുള്ളിൽ 9 ഓട്ടപ്രദക്ഷിണമുണ്ട്. ഇതിനു പുറമെ ഉത്സവത്തിന് എല്ലാ ദിവസവും ആനയോട്ടമുണ്ട്. രാവിലെയും രാത്രിയും ശ്രീഭൂതബലിയുടെ 4ാമത്തെ പ്രദക്ഷിണത്തിനാണ് ആനയോട്ടം. കൊടിമരത്തിന് സമീപത്തുനിന്ന് മുന്നിൽ വിളക്കുമായി കഴകക്കാരനും ചെണ്ടയുമായി മാരാരും ഹവിസ് കൈയിലേന്തി ഓദിക്കനും ശീഘ്രബലി അർപ്പിച്ച് ഓടി നീങ്ങും. ഭഗവാന്റെ സാന്നിധ്യത്തിൽ ബലിതൂവണം എന്നതിനാൽ പിന്നാലെ തിടമ്പെഴുന്നള്ളിച്ച ആനയും ഓടിയെത്തും. ക്ഷേത്രപാലന്റെ ബലിക്കല്ലിന് ഹവിസ് അർപ്പിച്ച് നിവേദ്യം പാത്രത്തോടെ സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. ആനയ്ക്കൊപ്പം ഭക്തജനങ്ങളും ഓടിയെത്തും. വ്യാഴാഴ്ച കൊമ്പൻ ദേവദാസ് വെള്ളി നെറ്റിപ്പട്ടം കെട്ടി ഓട്ടക്കാരനായി. കീഴ്ശാന്തി മുളമംഗലം ഹരിനമ്പൂതിരി തിടമ്പെഴുന്നള്ളിച്ചു.